ഹലോ ആരാ? ഫ്ലവേഴ്സ് ടി വി അല്ലേ? അതെ. വരാൻ പറഞ്ഞു ഇങ്ങോട്ട്. ആര്? അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അവാർഡോ? എനിക്ക് ഒരു അവാർഡ്. ആർക്ക് അവാർഡ്? തലക്ക് സുഖമില്ലാത്ത ആൾക്കാർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് പറഞ്ഞു ഇവിടെ. തലക്ക് സുഖമില്ലാത്തവർക്ക് അവാർഡ്? ആ, തലക്ക് സുഖമില്ലാത്ത ആൾക്കാർക്ക് ആരാ പറഞ്ഞു? ഇവിടുന്ന് അവാർഡ് കൊടുക്കുന്നുണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു? എന്തോ ഒരു പഠിച്ച് വിളിച്ചില്ലോ. സ്വരാജിന്റെ പേരിൽ വല്ല അവാർഡ് ഏർപ്പെടുത്തിയിട്ടു? എന്റെ പേരിലൊന്നും ഇല്ല. ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നായരുട്ടി വിളിച്ച് പറഞ്ഞു. നായരുട്ടി വിളിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞു നിങ്ങക്ക് ഇവിടെ അവാർഡ് ഉണ്ട്, ഗുഡ് ബൈ. അപ്പൊ മനസ്സിലായി, പ്രിയണ്ടൻ നായർ സാറായിരിക്കും. അവിടെ ഇത് തലക്ക് സുഖമില്ലാത്തൊരു പെൺകുട്ടിക്ക് ഇവിടെ അവാർഡ് കൊടുത്തിരുന്നു പറഞ്ഞു. ചേട്ടാ, അത് 3 മണി എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്. ആ കുട്ടി അതിനകത്ത് ഇച്ചിരി തലയ്ക്ക് സ്ഥിരമില്ലാതായിട്ട് അഭിനയിക്കുവാണ്. ആ അഭിനയത്തിനാണ് നമ്മൾ അവാർഡ് കൊടുത്തത്. ശരിക്കും അതിന് കുഴപ്പമൊന്നുമില്ല. അഭിനയിക്കാനാണ് നിങ്ങൾ കൊടുത്തത്. നിങ്ങൾ അഭിനയിക്കാനാണ് കൊടുക്കേണ്ടത്. പിന്നെ ഒറിജിനൽ ആൾക്കാർക്കല്ല കൊടുക്കേണ്ടത്, ശരിക്കും തകരാറുള്ളവർക്ക്. ഇവിടെ അഭിനയത്തിനാണ് വില. അതല്ലേ ഒരു നല്ല മനുഷ്യന്മാര് ചെയ്യാ. എന്താ നിങ്ങളെ പേര്? എന്റെ പേര് ശശി. ശശി. ആ പേരാണ് കറക്റ്റ് ചേരുന്നത്. ആണ്. അല്ല, അവാർഡ് ഉണ്ടോ? അവാർഡ് അങ്ങനെ കൊടുക്കുന്നില്ല. അയ്യോ, അതൊക്കെ വിട്ടേക്കൂ. എന്താണ് ബാബേട്ടാ? ഞാൻ ബാബുട്ടനല്ല സുഹൃത്തെ ശശി, ഞാൻ സുരാജ് ആണ്. ഞാൻ എന്റെ എല്ലാരും ബാബേട്ടനാ വിളിക്കാ. ആണോ? ഞാൻ എന്റെ അമ്മനെയൊക്കെ ബാബേട്ടനാണല്ലോ വിളിക്കല്. എത്രയോ കാലായിട്ട് കൂടിയാണ് കേട്ടോ. ഇത് ഷോക്ക് അടിച്ചാൽ മതി. ഇത് ഷോക്ക് വെച്ചാൽ അല്ല, ഷോക്ക് അടിച്ചാൽ മതി. ഷോക്ക് അടിപ്പിച്ചില്ലല്ലോ. ആണോ? എന്നിട്ട് മാറിയില്ല. എന്നിട്ട് അവിടുത്തെ ഫീസ് അടിച്ചു പോയതാ. ഓ, ശരിക്കും ട്രാൻസ്ഫോമർ അടിച്ചു പോവേണ്ടതാ നിങ്ങളുടെ ഈ ഷേപ്പ് വെച്ചിട്ട്. ശരിക്കും എത്ര കാലമായി ഈ ഇത് തുടങ്ങിയിട്ട്? എന്ത് ഇത് സംഭവം സുഖേടൊന്നുമില്ല കേട്ടോ. ഞാൻ ഭയങ്കര ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കറക്റ്റ് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഇങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ പറയുള്ളൂ. ആര്? ഈ ഇങ്ങനെയുള്ള സുഖമില്ലായ്മ അല്ലെങ്കിൽ നല്ല സുഖമുള്ള ആൾക്കാരുണ്ടല്ലോ, ബോധമുള്ള ആൾക്കാർ, അവരിങ്ങനെ പറയും. അല്ലേ? കൂട്ടുകൈ പൊളിച്ചാഞ്ഞ് ഗുളിക കഴിക്കുന്നില്ല ഇപ്പൊ. എന്ത് കാര്യത്തിനും മോനെ എനിക്ക് ഒരു തകരാറില്ലല്ലോ. ഇത് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇത് തന്നെ സാധനം ചേട്ടനും പറയണം. ആ ഗുളിക എടുത്ത് അങ്ങനെ കൊടുക്ക്, ഞാൻ കഴിക്കട്ടെ. നിങ്ങൾ എല്ലാരും ഈ ഗുളിക കൈ പിടിച്ചിറക്കാൻ എല്ലാവർക്കും കഴിച്ചുവിടുന്നാല്